ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തക്കൂസ് വേൾഡ്. നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട്. വീഡിയോ ഒക്കെ ഇട്ടിട്ടാണെങ്കിലും കുറേ ദിവസമായല്ലേ. ഒട്ടും വയ്യായിരുന്നു കേട്ടോ. പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഒരു 2 ആഴ്ചയായിട്ട് നിർത്താതുള്ളൊരു പനിയാണ്. പനി കുറയും പനി കൂടും, പനി കുറയും പനി കൂടും, അങ്ങനെയായിരുന്നു. നമ്മൾ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു, പക്ഷെ പനി അങ്ങോട്ട് കുറയുന്നില്ല. പിന്നെ ഞാൻ ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് എന്തെടുക്കാനാണെന്ന് ഓർത്ത് വിഷ്ണുവിനെ തന്നെ നാട്ടിലുണ്ടാക്കി. നാട്ടിലോട്ടൊക്കെ ഉള്ള വരവ് പെട്ടെന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. തലേദിവസം നമ്മൾ പറഞ്ഞു നമുക്കെന്നാൽ നാളെ നാട്ടിൽ പോയേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ രാവിലത്തെ അവിടുത്തെ ബാംഗ്ലൂരിലെ ഇൻ്റർസിറ്റി എന്നുള്ള ട്രെയിനിൽ കയറി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. പിന്നെ ക്ഷീണവും കാര്യങ്ങളും എനിക്ക് വയ്യായ്മയൊക്കെ ആയതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തു. വലിയ കുഴപ്പമൊന്നുമില്ല. ബ്ലഡിൻ്റെ അകത്താണെങ്കിലും ഒരു പ്രശ്നമില്ല, ഓക്കെയാണ്. ഇപ്പം ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ക്ഷീണമുണ്ട്, ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നാട്ടിൽ വന്നിട്ട് ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വരെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഓർത്ത് വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ രാവിലെ നമ്മൾ മീൻ വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് മീൻകാരൊന്നും അങ്ങനെ വരുന്നില്ല. അപ്പം നമ്മൾ തട്ടേ പോയി വാങ്ങിക്കാൻ ഓർത്ത് പോയതാ. കുഞ്ഞിനോട് പറഞ്ഞാൽ വരണ്ടെന്ന്, പക്ഷെ നടക്കത്തില്ല. അവൾ എൻ്റെ കൂടെ ഇങ്ങനെ പോകുന്നു. അപ്പം പകുതിക്ക് വെച്ച് തന്നെ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ തട്ടേ പോയി കൊഴുവ വാങ്ങിച്ചു കേട്ടോ. 1/2 കിലോ കൊഴുവേ വാങ്ങിച്ചുള്ളൂ. മീനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഭയങ്കര വില, ഒരു രക്ഷയില്ലാത്ത വിലയാണ്. അങ്ങനെ 1/2 കിലോ കൊഴുവയും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് വരുന്ന വഴിക്ക് നമ്മൾ കടയിൽ കയറി. അപ്പോൾ ഗോലി സോഡ ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം കുടിക്കാനായിട്ട്. അങ്ങനെ ഗോലി സോഡയും വാങ്ങിച്ച് വീട്ടിൽ വന്ന് കുടിച്ച്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം കൊഴുവ എനിക്കാണെങ്കിൽ അമ്മ മീൻ പറ്റിക്കാനായിട്ട് ആഗ്രഹം, അമ്മയുടെ മീൻ പറ്റിച്ച കൂട്ടം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ് അമ്മ മീൻ പറ്റിക്കാൻ പറഞ്ഞ്. അങ്ങനെ കൊഴുവ നമ്മൾ തേങ്ങയൊക്കെ മിക്സാക്കി ഉള്ളിയൊക്കെ ഇട്ട് അങ്ങനെ പറ്റിക്കുവാണ് കേട്ടോ. നമ്മൾ മാറി നിൽക്കുമ്പോഴല്ലേ നമ്മുടെ അമ്മയുടെ സ്വാദൊക്കെ അറിയുന്നത്, ടേസ്റ്റൊക്കെ അറിയുന്നത്. അതാണ് കേട്ടോ. എനിക്ക് ബാംഗ്ലൂരിൽ ചെന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ മാറി നിൽക്കുമ്പോൾ എല്ലാ പെൺമക്കൾക്കും അറിയായിരിക്കും, നമ്മളെ കല്യാണം കഴിച്ച് വിടുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴോ ഒക്കെ നമ്മുടെ അമ്മയുടെ ടേസ്റ്റിനൊക്കെ അമ്മ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഭയങ്കര രുചിയായിരിക്കും അല്ലേ. അങ്ങനെ ഇച്ചിരി 1/2 കിലോ മീനേ ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് വറ്റിക്കുകയും ചെയ്ത് കുറച്ച് അതെടുത്ത് വറക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ഓടിക്കാൻ ഓർത്ത് അങ്ങനെ അമ്മ പറ്റിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ സ്ഥലം നെടുമുടിയാണ് കേട്ടോ. ചമ്പക്കുളം നെടുമുടി കൊട്ടാരം എന്നൊക്കെ പറയുന്നതാണ്. പ്രോപ്പറായിട്ട് പറഞ്ഞാൽ കൊട്ടാരം എന്ന് പറയും കേട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയില്ല, വയ്യാത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് ഇങ്ങോട്ടാണ് കൊണ്ടാക്കിയത്, എൻ്റെ വീട്ടിലാക്കിയത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. ഓക്കെ ആയി കഴിയുമ്പോൾ പോകണം കേട്ടോ. അതിനുശേഷം അമ്മ ദേ മീൻ വറക്കാനായിട്ട് വെച്ച്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് ചോറുണ്ടായിരുന്നു, മീൻ പറ്റിച്ചുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു, കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ തട്ടിക്കൂട്ടി ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന, കുക്കൊന്നും ചെയ്യത്തില്ല, അല്ലാതെ ഇഞ്ചിയെല്ലാം ചതച്ച് പച്ചമുളകും ഇട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് അങ്ങനത്തെ ഒരു ചാറ് കണക്കത്തെ ഒരു കറി ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി ഇന്നത്തെ ദിവസം അങ്ങനെ പോയി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. പുറകെ വീഡിയോസ് ഇടുന്നതാണേ. അപ്പോൾ ശരി, ബൈ.